ഇന്ത്യയുടെ ഏറ്റവും രഹസ്യമാക്കി വെച്ചിരിക്കുന്ന യുദ്ധവിമാന പദ്ധതിയിൽ ഇപ്പോൾ വലിയൊരു സ്ട്രാറ്റജിക് ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ യുദ്ധവിമാന നിർമ്മാണത്തിന്റെ മുഖമായ HAL-നെ ഈ പ്ലാനിൽ നിന്ന് സർക്കാർ മാറ്റി നിർത്തിയിരിക്കുന്നു. പകരം ടാറ്റയും L&Tയും പോലുള്ള സ്വകാര്യ കമ്പനികൾക്ക് ഇന്ത്യയുടെ ആദ്യ സ്റ്റെൽത്ത് ഫൈറ്ററായ AMCA നിർമ്മിക്കാനുള്ള അവസരം നൽകുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രം തന്നെ മാറ്റാൻ പോകുന്ന ഈ തീരുമാനം എന്തുകൊണ്ടാണ്? ചൈനയുടെയും അമേരിക്കയുടെയും പക്കൽ മാത്രമുള്ള ഈ സാങ്കേതിക വിദ്യയിലേക്ക് ഇന്ത്യ എങ്ങനെയാണ് കുതിക്കുന്നത്? നമുക്ക് നോക്കാം. എന്താണ് AMCA? 5ാം തലമുറ യുദ്ധവിമാനം അഥവാ 5th ജെൻ സെൽഫ് ഫൈറ്റർ. ശത്രുക്കളുടെ റഡാറുകളിൽ പെടാതെ ആകാശത്ത് അദൃശ്യനായി പറക്കാൻ കഴിയുന്ന ഒന്നാണ് AMCA. നിലവിൽ ലോകത്ത് അമേരിക്കയുടെ F-35, ചൈനയുടെ J-20, റഷ്യയുടെ Su-57 എന്നിവയ്ക്ക് മാത്രമേ ഈ അദൃശ്യ കവചമുള്ളൂ. ഈ എലൈറ്റ് ഗ്രൂപ്പിലേക്കാണ് ഇന്ത്യ സ്വന്തം സാങ്കേതിക വിദ്യയുമായി വരുന്നത്. AMCA വിജയിച്ചാൽ ചൈനയുടെ J-20 വിമാനങ്ങൾക്ക് ഇന്ത്യൻ അതിർത്തിയിൽ കൃത്യമായ മറുപടി നൽകാൻ നമുക്ക് സാധിക്കും. HAL-നെ മാറ്റി നിർത്തിയത് എന്തുകൊണ്ട്? ഇതൊരു സ്ട്രാറ്റജിക് നീക്കമാണ്. സാധാരണ ഇത്തരം പ്രോജക്റ്റുകൾ HAL-ൽ എത്തുമ്പോൾ ഉണ്ടാകാറുള്ള കാലതാമസം ഒഴിവാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. സ്വകാര്യ മേഖലയെ ഈ നിർണായക പദ്ധതിയുടെ ഭാഗമാക്കുന്നതിലൂടെ കൂടുതൽ വേഗതയും കാര്യക്ഷമതയും സർക്കാർ പ്രതീക്ഷിക്കുന്നു. ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ്, L&T തുടങ്ങിയ വമ്പൻ ഗ്രൂപ്പുകൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കുമ്പോൾ ഇന്ത്യയിൽ ഒരു പുതിയ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ എക്കോസിസ്റ്റം വളരുകയാണ്. ഏകദേശം 15,000 കോടി രൂപയുടെ ബഡ്ജറ്റാണ് ഈ പ്രോട്ടോടൈപ്പ് പ്രോജക്റ്റിനായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തിയിൽ 650 ഏക്കറിലായി നിർമ്മിക്കുന്ന പുതിയ പ്ലാന്റിലായിരിക്കും AMCA വികസിപ്പിക്കുക. ഇത് വെറും ഒരു യുദ്ധവിമാന നിർമ്മാണമല്ല. ഇന്ത്യയുടെ എയ്റോസ്പേസ് വ്യവസായത്തിലേക്ക് കോടികളുടെ നിക്ഷേപവും ആയിരക്കണക്കിന് ഹൈടെക് തൊഴിലവസരങ്ങളുമാണ് വരാൻ പോകുന്നത്. ഇൻഡോ പസഫിക് മേഖലയിൽ ചൈന ആധുനിക യുദ്ധവിമാനങ്ങൾ വിന്യസിക്കുമ്പോൾ ഇന്ത്യക്ക് മറുപടി നൽകാൻ നമ്മുടെ സ്വന്തം AMCA അത്യാവശ്യമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിമാനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ സ്വന്തം മണ്ണിൽ നിർമ്മിക്കുന്നത് ഇന്ത്യയുടെ നയതന്ത്ര പരമാധികാരം വർദ്ധിപ്പിക്കും. മാത്രമല്ല, ഭാവിയിൽ മറ്റ് സൗഹൃദ രാജ്യങ്ങളിലേക്ക് ഈ വിമാനങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള സാധ്യതകളും സർക്കാർ മുൻകൂട്ടി കാണുന്നുണ്ട്. ടാറ്റയും L&Tയും പോലുള്ള കമ്പനികൾ ആഗോള നിലവാരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ കൈവശമുള്ളവരാണ്. DRDOയുടെ കീഴിലുള്ള എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയുമായി ചേർന്ന് ഇവർ പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് മാനുഫാക്ചറിംഗിൽ ഒരു പുതിയ വിപ്ലവം സംഭവിക്കും. ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഏറ്റവും വലിയ അടയാളമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. യുദ്ധവിമാന നിർമ്മാണം സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ പങ്ക് നൽകിക്കൊണ്ട് കൈമാറാനുള്ള സർക്കാരിന്റെ ഈ തീരുമാനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ടാറ്റയ്ക്കും L&Tയ്ക്കും ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതുപോലുള്ള സ്ട്രാറ്റജിക് ബിസിനസ് വാർത്തകൾക്കും സാമ്പത്തിക വിശകലനങ്ങൾക്കുമായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.